പറയുന്ന പേരാണ് എന്ത്? This call is now being recorded. ലീഷൻസ് പറയുന്ന പേരെന്താണ്? ഗുമ്മാസ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഇതിലേക്ക് പോട്ടെ. ഇതേപോലെ തന്നെ നമ്മൾ കുറെ ട്രയാഡുകൾ പഠിക്കുന്നുണ്ട്. ഈ ട്രയാഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കി വെക്കുക, എന്താണ് ട്രയാഡ് എന്ന് പറഞ്ഞാല്? ഒരു ത്രികോണത്തിനെ ആലോചിച്ച് വെക്കുക. ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണ്? 3 എൻഡിങ്സ് ഉണ്ടാകും. ഓക്കെ, 3 എൻഡിങ്സ് ഉണ്ടാകും ത്രികോണത്തിന്. അപ്പൊ ട്രയാഡ് എന്ന് പറയുമ്പോൾ എന്തുണ്ടാകും? 3 സിംറ്റംസ് ഉണ്ടാവും എന്ന് ആലോചിച്ച് വെക്കുക. അപ്പൊ നമ്മള് ഇപ്പൊ കുഷിംഗ് ട്രയാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇൻക്രീസ്ഡ് ICP യൂസ് ചെയ്യുന്ന ട്രയാഡാണ് കുഷിംഗ് ട്രയാഡ്. അതേപോലെ തന്നെ ബെക്സ് ട്രയാഡ് എന്ന് പറയുന്നത് എന്താണ്? അത് കാർഡിയാക് ടാമ്പോണിഡിന് യൂസ് ചെയ്യുന്നതാണ് ബെക്സ് ട്രയാഡ് എന്ന് പറഞ്ഞാൽ. ഇത് ആരും കേട്ടിട്ട് പേടിക്കണ്ടേ, ഇത് നമ്മൾ ഓരോ സിസ്റ്റം എടുക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയാഡ് എന്താന്ന് പറയാൻ വേണ്ടി മാത്രം ഇത് പറഞ്ഞേ ഇല്ലേ. അപ്പൊ നമ്മള് ഈ സിഫിലിസിൽ കാണുന്ന ട്രയാഡ് എന്താന്ന് ചോദിച്ചാൽ ഹച്ചിൻസൺ ട്രയാഡ്. ഓക്കെ, ഇത് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഹച്ചിൻസൺ ട്രയാഡ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പറഞ്ഞു, ഒരു ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണ്? 3 എന്താണ് ഉണ്ടാവുക, ആ 3 സിംറ്റംസ് ഉണ്ടാവുന്ന ആലോചിക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ഇൻഡസ്റ്റൈനൽ കെരാറ്റൈറ്റിസ്. സെക്കൻഡ് വൺ എന്താണ്? ഡെഫ്നെസ്. തേർഡ് വൺ എന്താണ്? ഹച്ചിൻസൺ ട്രീത്ത്. അപ്പം ഹച്ചിൻസൺ ട്രയാഡിൽ ഉൾപ്പെടുന്നത് ഏത് പറഞ്ഞിട്ട് ചോദിക്കാം. ഹച്ചിൻസൺ ട്രയാഡിൽ ഉൾപ്പെടാത്തത് ഏത്, എക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. ഇത് ഇക്കഴിഞ്ഞ് ജിഗ്മറിന് ചോദിച്ചിട്ടുള്ള എക്സാം ആണ് ഹച്ചിൻസൺ ട്രയാഡ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഇപ്പൊ ഇതിൽ തന്നെ നമ്മൾ ഈ STDs തന്നെ നോക്കുമ്പോൾ ഒന്നോ രണ്ടോ മാർക്കിന് നമുക്ക് ചോദിക്കാം. അതിപ്പോ സെൻട്രൽ ഗവൺമെന്റ് ആയാലും ചോദിക്കാം, സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും ചോദിക്കാം. അപ്പൊ നമ്മൾ ഒന്നോ രണ്ടോ മാർക്കല്ലേ, അത് പഠിക്കുന്നു വേണ്ട, സ്കിപ്പ് ചെയ്യുക. ആ ഒന്നോ രണ്ടോ ആയിരിക്കും നിങ്ങളെ റാങ്ക് എത്രയോ പിറകോട്ടാക്കുന്നത്. അപ്പൊ ഓരോ മാർക്കിനും വില ഉണ്ട് എന്ന് ആലോചിച്ചിട്ട് പഠിക്കാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു DMന്റെ ലിസ്റ്റ്, കഴിഞ്ഞ ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 0.1 വ്യത്യാസത്തിൽ എത്രത്തോളം റാങ്ക് ലിസ്റ്റ് മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു മാർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് എല്ലാവരും എഴുതുന്ന ക്വസ്റ്റ്യൻ നമ്മൾ എഴുതണം, എല്ലാവരും എഴുതാത്ത ക്വസ്റ്റ്യൻ നമ്മൾ എഴുതണം. ആ ഒരു 80% ആൾക്കാർ എഴുതാത്ത ക്വസ്റ്റ്യൻ നമ്മൾ എഴുതുമ്പോഴാണ് നമുക്ക് എന്താ പറയാ റാങ്കിൽ മുന്നോട്ടേക്ക് എത്താൻ പറ്റുക. ഓക്കെ, അപ്പൊ നമ്മൾ ഹച്ചിൻസൺ ട്രയാഡ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലെന്താണ്? ഇൻഡസ്റ്റൈനൽ കെരാറ്റൈറ്റിസ് ഉണ്ട്, ഡെഫ്നെസ് ഉണ്ട്, ഹച്ചിൻസൺ ടീത്ത് ഉണ്ട്. ഈ ഇൻഡസ്റ്റൈനൽ കെരാറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ കോർണിയന്റെ ഔട്ടർ, അതായത് കോർണിയക്ക് ഇൻഫ്ലമേഷൻ വരുന്നതിനെ പറയുന്ന പേരാണ് ഇൻഡസ്റ്റൈനൽ കെരാറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ. കണ്ണിലുള്ള കോർണിയന്റെ ഇൻഫ്ലമേഷൻ വരുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? ഇൻഡസ്റ്റൈനൽ കെരാറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? ഹിയറിങ് ലോസ് ആയി പോവുക. അതായത് ഇപ്പോൾ ഓപ്ഷനിൽ കറക്റ്റ് ആയിട്ട് ഡെഫ്നെസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടായെന്ന് വരില്ല. അതായത് നമ്മളെ ഹിയറിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് എന്താണ്? എയ്ത്ത് ക്രാനിയൽ നെർവ്. എയ്ത്ത് ക്രാനിയൽ നെർവ് എന്ന് പറഞ്ഞത് എന്താണ്? വെസ്റ്റിബുലോ കോക്ലിയർ. എന്താണ്? വെസ്റ്റിബുലോ കോക്ലിയർ എന്ന് ചോദിക്കണ്ടാവില്ല, കാരണം കോക്ലിയാണ് ഹിയറിങ്ങിന് ഒരു ഇത് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പൊ എയ്ത്ത് ക്രാനിയൽ നെർവ് എന്ന് പറഞ്ഞിട്ടാണ് കോമൺ ആയിട്ട് ഇത് ചോദിച്ചത് കണ്ടിട്ടുള്ളത്. ഇപ്പൊ ഇൻഡസ്റ്റൈനൽ കെരാറ്റൈറ്റിസ്, ഡെഫ്നെസ്, അല്ലെങ്കിൽ എയ്ത്ത് ക്രാനിയൽ നെർവിന് ഡാമേജ്, അല്ലെങ്കിൽ വെസ്റ്റിബുലാർ കോക്ലിയർ നെർവിന് ഡാമേജ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. പിന്നെ ഉള്ളത് ലാസ്റ്റത്തത് ഹച്ചിൻസൺ ടീത്ത്. ഹച്ചിൻസൺ ടീത്ത് എന്ന് പറഞ്ഞാല് ഇതാണ് ഹച്ചിൻസൺ ടീത്ത് എന്ന് പറഞ്ഞാല്. അതായത് ജസ്റ്റ് ഈ പിക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പർ സെൻട്രൽ ഇൻസിസേഴ്സ്, ഓരോരുത്തരെ പല്ലെന്ന് നോക്കി മനസ്സിലാവും. അതായത് നമ്മളെ ഇൻസിസേഴ്സ് എങ്ങനെയാണുള്ളത്? അതായത് നമ്മളെ ഇൻസിസേഴ്സ് ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ഷേപ്പ് തന്നെയാണ് ഉള്ളത്. പക്ഷെ ഈ പിക്ചറിൽ നിങ്ങൾ നോക്കൂ, ഈ പിക്ചറിൽ എന്താണ്? ഒരു പല്ല് പൊട്ടി മാറിയില്ലേ? അതേമാതിരിയാണ് ഹച്ചിൻസൺ ടീത്ത് എന്ന് പറഞ്ഞാല്. അതായത് അപ്പർ സെൻട്രൽ ഇൻസിസേഴ്സ് ദാറ്റ് ആർ പെഗ് ഷേപ്ഡ്. അപ്പർ തന്നെയാണ്. അപ്പർ സെൻട്രൽ ഇൻസിസേഴ്സ് ആർ ദാറ്റ് ആർ പെഗ് ഷേപ്ഡ് ആൻഡ് തിന്നിങ് ആൻഡ് ഡിസ്കളറേഷൻ ഓഫ് ദ ഇനാമൽ. ഇനാമലിന് എന്തുണ്ടാവുന്നു? തിന്നിങ് ആൻഡ് ഡിസ്കളറേഷൻ. ഇതാണ് നമ്മളെ ഇനാമലിന് എന്തുണ്ടാവും? തിന്നിങ് ആൻഡ് ഡിസ്കളറേഷൻ ഉണ്ടാവുന്നു. ഓക്കെ, ഹച്ചിൻസൺ ടീത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പർ സെൻട്രൽ ഇൻസിസേഴ്സിന് പെഗ് ഷേപ്ഡ് ആയി പോകുന്നു.
ആൻഡ് തിന്നിങ് ആൻഡ് ഡിസ്കളറേഷൻ ഓഫ് ദ ഇനാമൽ സംഭവിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? നമ്മളെ ഹച്ചിൻസൺ ട്രയാഡ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇൻഡസ്റ്റൈനൽ കെരാറ്റൈറ്റിസ് ഉണ്ട്, ഡെഫ്നെസ് ഉണ്ട്, ഹച്ചിൻസൺ ടീത്ത് ഉണ്ട്. ഇത് മറന്നു പോകരുത്, ഇത് വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. ഇതേമാതിരി തന്നെ നമ്മൾ കുറേ സയൻസുകൾ പഠിക്കും. സൈനും സിംറ്റവും അല്ലേ, കുറേ സൈനുകൾ പഠിക്കും. അപ്പൊ ഇതിൽ കാണുന്ന ഒരു സൈനാണ് സോറി ഈ ഹച്ചിൻസൺ ടീത്തിന് തന്നെ നമ്മൾ എന്താണ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ പഠിക്കുന്ന രീതിയാണ്. ഇപ്പൊ ഓരോരുത്തർക്ക് ഇതേമാതിരി തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. ചിലർ കോഡ് വെച്ചിട്ടായിരിക്കും പഠിക്കുക, ചിലർ എന്താ പറയാ പ്രാക്ടിക്കൽ ലെവൽ വെച്ചിട്ട് പഠിക്കും, ചിലർ പിക്ചറൈസേഷൻ വെച്ച് പഠിക്കും. ഇത് ഞാൻ പഠിച്ചിട്ടുള്ളത് ദ 3 വൈസ് ഓഫ് മങ്കീസ് എന്ന് ആലോചിക്കാം. അതായത് ഈ പിക്ചറിൽ എന്താണ്, ഫസ്റ്റ് വണ്ണ് കണ്ണു പൊത്തുന്നു, അപ്പൊ നമ്മൾ ആലോചിക്കാം ഇൻഡസ്റ്റൈനൽ കെരാറ്റൈറ്റിസ് എന്ന് ആലോചിക്കാം. സെക്കൻഡ് വൺ എന്താണ്, ചെവിയാണ് പൊത്തുന്നത്, അപ്പൊ ഡെഫ്നെസ് എന്ന് ആലോചിക്കാം. തേർഡ് വൺ എന്താണ്, വായാണ് പൊത്തുന്നത്, അപ്പൊ എന്താണ്, ഹച്ചിൻസൺ ടീത്ത് എന്ന് ആലോചിക്കാം. ഇതിപ്പോ ഞാൻ പഠിക്കാൻ ഓർത്ത് വെക്കുന്ന രീതിയാണ്. അത് നിങ്ങൾ ഇത് ഫോളോ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് ഇതിനെക്കാട്ടും എളുപ്പമുള്ള മെത്തേഡ് ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാം, കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ദ 3 വൈസ് ഓഫ് മങ്കീസിന്റെ ഈ ഒരു പിക്ചർ ജസ്റ്റ് ഓർത്ത് വെക്കാം. നമുക്ക് ചിലപ്പോൾ ട്രയാഡ് ഒന്നും നമുക്ക് ഫസ്റ്റ് ക്ലാസ് കേൾക്കുമ്പോൾ ഓർമ്മ വരണമെന്നില്ല, പക്ഷെങ്കിൽ ഫസ്റ്റ് ക്ലാസ് കേട്ടാൽക്ക് 3 മങ്കീസിന്റെ പിക്ചർ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ ആ ഒരു പിക്ചർ വെച്ചിട്ട് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി നമ്മൾ പറഞ്ഞു സൈനുകൾ കാണുന്നുണ്ട് പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ സിഫിലിസിൽ കാണുന്ന ഒരു സൈനാണ് വിംബെർഗേഴ്സ് സൈൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, വിംബെർഗേഴ്സ് സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഫസ്റ്റ് ഇത് ഒരു ബോൺ ആണെന്ന് സങ്കല്പിക്കുക. ഇതിന്റെ ബോണിന്റെ 2 എൻഡിനെ പറയുന്ന പേരാണ് എപ്പിഫൈസിസ്. ഓക്കെ, ഈ 2 എൻഡിനെ പറയുന്ന പേരാണ് എപ്പിഫൈസിസ്. പിന്നെ ഷാഫ്റ്റ് ഓഫ് ദ ബോണിനെ പറയുന്ന പേരാണ്, ഇതാണ് ബോണിന്റെ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഈ ഷാഫ്റ്റ് ഓഫ് ദ ബോണിനെ പറയുന്ന പേരാണ് എന്ത്, ഡയാഫൈസിസ്. ഈ ഡയാഫൈസിസിന്റെയും എപ്പിഫൈസിസിന്റെയും നടുക്കുള്ള ഈ പോർഷൻസിനെ പറയുന്ന പേരാണ് മെറ്റാഫൈസിസ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്, ഒരു ബോൺ ആണെന്ന് വിചാരിക്കുക. ബോണിന്റെ 2 എൻഡ് എപ്പിഫൈസിസ് എന്നറിയപ്പെടുന്നു, അതിന്റെ ഷാഫ്റ്റ് ആണ് ഡയാഫൈസിസ് എന്ന് പറഞ്ഞ പോലെ. ഈ ഡയാഫൈസിസിന്റെയും എപ്പിഫൈസിസിന്റെയും മിഡിലുള്ള പോർഷൻ പറയുന്ന പേരാണ് മെറ്റാഫൈസിസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പൊ നമ്മൾ ഈ വിംബെർഗർ സൈൻ എന്താണെന്നാണ് നോക്കുന്നത്. അതായത് വിംബെർഗർ സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ലോക്കലൈസ്ഡ് ബൈലാറ്ററൽ മെറ്റാഫൈസിയൽ ഡിസ്ട്രക്ഷൻ ഓഫ് ദ മീഡിയൽ പ്രോക്സിമൽ ടിബിയ. അതായത് ഇത് ഒരു മെറ്റേണൽ ഇൻഫെക്ഷൻ ആയിട്ടുള്ള, അതായത് സിഫിലിസ് അഫക്ട് ചെയ്തിട്ടുള്ള ഒരു മദറിന്റെ ജനിക്കുന്ന കുട്ടിക്ക്, അതായത് കൺജനിറ്റൽ സിഫിലിസ്, അതായത് ജനിക്കുന്ന കുട്ടിക്ക് ഉണ്ടാവുന്ന അബ്നോർമാലിറ്റിയാണ് വിംബെർഗർ സൈൻ എന്ന് പറഞ്ഞാൽ. അതായത് ഈ നമ്മുടെ ബോഡീന്റെ അടുത്തുള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോക്സിമലും, ദൂരമുള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റലും. അപ്പോൾ ഈ മെറ്റാഫൈസിസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു. അപ്പം നമ്മൾ ലോക്കലൈസ്ഡ് ബൈലാറ്ററൽ മെറ്റാഫൈസിയൽ ഡിസ്ട്രക്ഷൻ ഓഫ് ദ മീഡിയൽ പ്രോക്സിമൽ ടിബിയ, അതായത് ബൈലാറ്ററൽ ആണ്. ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താ, 2 കാലിൽ നിന്നും അർത്ഥം. അതായത് ഈ ബൈലാറ്ററൽ ആയിട്ട് മെറ്റാഫൈസിസിന്റെ 2 കാലിലും ഡിസ്ട്രക്ഷൻ ഓഫ് ദ മീഡിയൽ പ്രോക്സിമൽ ടിബിയ, ടിബിയന്റെ പ്രോക്സിമൽ പാർട്ടിന് ഡിസ്ട്രക്ഷൻ വരുന്നതാണ് എന്ത്, വിംബെർഗർ സൈൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് മെറ്റാഫൈസിസിന്റെ 2 കാലിന്റെയും മെറ്റാഫൈസിയൽ, അതായത് ബോണിന്റെ മെറ്റാഫൈസിയൽ ഏരിയയിൽ ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നതിന്റെ പറയുന്ന പേരാണ് വിംബെർഗർ സൈൻ. അപ്പൊ ഏത് ബോണിന്റെയാ, ടിബിയന്റെ ഏത് പാർട്ടില്ല, പ്രോക്സിമൽ പാർട്ടിൽ. ഇതൊക്കെ ക്വസ്റ്റ്യൻ ആണ്, ഓരോ വേർഡും ഓരോ ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് കൺജനിറ്റൽ സിഫിലിസിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞാൽ. അപ്പൊ നമ്മളിപ്പോ സിഫിലിസ് എന്താണെന്ന് പറഞ്ഞു, സിഫിലിസ് കോസ് ചെയ്യുന്ന ഓർഗാനിസത്തിന് പറഞ്ഞു, ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് പറഞ്ഞു,
അതിൽ ഹച്ചിൻസൺ ട്രയാഡ് പറഞ്ഞു, വിംബർഗസ് സൈൻ പറഞ്ഞു. ഇനി ഇതേപോലെ തന്നെ വിംബർഗസ് സൈൻ ഉണ്ട്, വിംബർഗസ് റിംഗ് ഉണ്ട്. ഓക്കെ, വിംബർഗസ് സൈൻ ഉണ്ട്, വിംബർഗസ് റിംഗ് ഉണ്ട്. അതായത് വിംബർഗസ് സൈൻ കാണുന്നത് എവിടെയാണ്? സിഫിലിസിലാണ്. അപ്പൊ നമ്മളിപ്പോ ഓപ്ഷനിൽ വിംബർഗസ് റിംഗ് ആർ സീൻ എന്നിട്ട് സിഫിലിസ് ഉണ്ടാകും, വേറെയും കുറെ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ ചാടി കയറി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സിഫിലിസ് അങ്ങോട്ട് കുത്തും. അതായത് വിംബർഗസ് കാണുമ്പോഴത്തേക്ക് അങ്ങോട്ട് കുത്തുക ചെയ്യുക. അത് നമ്മൾ എന്താണെന്നുള്ളത് ശ്രദ്ധിക്കൂല. അപ്പൊ ക്വസ്റ്റ്യൻ ഇടുന്ന ആള് മാക്സിമം തെറ്റിക്കാനാണ് നോക്കുക. അപ്പൊ വിംബർഗസ് റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിപ്പോ ജസ്റ്റ് ഇതിന്റെ കൂടെ തെറ്റിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നേ. ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വിംബർഗസ് റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കർവി ഇല്ലേ, സ്കർവി. അതായത് സ്കർവി എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറ്റമിൻ സി ഡെഫിഷ്യൻസി. വൈറ്റമിൻ സി ഡെഫിഷ്യൻസിയിൽ കാണുന്നതാണ് വിംബർഗസ് റിംഗ് എന്ന് പറഞ്ഞാല്, അഥവാ സ്കർവിയിൽ കാണുന്നത്. അത് വിംബർഗസ് സൈനിന്റെ കൂടെ ജസ്റ്റ് ഞാൻ ഓർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. എപ്പോഴും തെറ്റിപ്പോകുന്നതാണ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. കാരണം ആൾക്കാർ തെറ്റിക്കുന്ന അറിയാവുന്നത് കൊണ്ട് എക്സാമിന് ചോദിക്കുന്നതാണ്. അതിൽ സിഫിലിസ് ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ ഇത് പഠിക്കാത്തവന് എന്താണ്? ജസ്റ്റ് ഒന്ന് മാത്രം പഠിക്കാത്തവൻ എന്താണ് പോയിട്ട് സിഫിലിസ് കുത്തും. ഓക്കെ, വിംബർഗസ് സൈന് വേറെ, വിംബർഗസ് റിംഗ് വേറെ. വിംബർഗസ് സൈന് കാണുന്നത് സിഫിലിസിലും വിംബർഗസ് റിംഗ് കാണുന്നത് സ്കർവിയിലുമാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമ്മൾ ഇപ്പൊ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ഡയഗ്നോസിസിലേക്ക് പോവാണ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്താണ്? ഇത് ആന്റിബോഡി ആന്റിജൻ ടെസ്റ്റ് ആണോ? അങ്ങനെയൊന്നും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കില്ല. ഈ ടെസ്റ്റിന്റെ പേര്, ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഇപ്പൊ സിഫിലിസിന്റെ ടെസ്റ്റ് ഇൻക്ലൂഡിങ്, എക്സെപ്റ്റ് അങ്ങനെ പറഞ്ഞിട്ടാണ് ചോദിക്കുക. അപ്പൊ ഇത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കേണ്ടതാണ്. ഫസ്റ്റ് വൺ എന്താണ്? VDRL ടെസ്റ്റ്. ഈ VDRL ടെസ്റ്റിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എല്ലാവരും വിചാരിക്കും ഇതാണ് കൺഫർമേറ്ററി ടെസ്റ്റ് എന്ന്. പക്ഷേ ഇതല്ല കൺഫർമേറ്ററി ടെസ്റ്റ്. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. ടെസ്റ്റ് റിസർച്ച് ലാബറട്ടറി ഫോം കോമൺ ആയിട്ടും ചെയ്യുന്നത് ആഫ്റ്റർ 4 weeks ഓഫ് പ്രഗ്നൻസി. അതായത് 4 weeks ഓഫ് പ്രഗ്നൻസിക്ക് ശേഷമാണ് VDRL ടെസ്റ്റ് കോമൺ ആയിട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ വാസർമാൻ ടെസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് കാൺ ടെസ്റ്റ്. ഈ ടെസ്റ്റുകൾ അതേപോലെ തന്നെ പഠിക്കേണ്ടതാണ്. കാരണം ചില കാര്യങ്ങൾ നമ്മൾ ബൈഹാർട്ട് ആയിട്ട് പഠിക്കണം. അതിൽ വരുന്നതാണ് ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഇതിന് വേറെ കോഡ് എങ്ങനെ യൂസ് ചെയ്ത് പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പഠിക്കാം. ഓക്കെ, സെക്കൻഡ് വൺ വാസർമാൻ ടെസ്റ്റ്, തേർഡ് വൺ കാൺ ടെസ്റ്റ്, ഫോർത്ത് വൺ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പി, ലാസ്റ്റ് വൺ ട്രാൻസ്ലൂസൻ ഫ്ലൂറസൻ അസ്സേ. ഓക്കെ, ഇപ്പൊ VDRL നമ്മൾ പറഞ്ഞു കോമൺലി ഡൺ ആഫ്റ്റർ 4 weeks ഓഫ് പ്രഗ്നൻസി. 4 week ഓഫ് പ്രഗ്നൻസിക്ക് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? VDRL ടെസ്റ്റ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ വാസർമാൻ ടെസ്റ്റ്, തേർഡ് വൺ കാൺ ടെസ്റ്റ്. കാൺ ടെസ്റ്റിൽ ചോദിക്കുന്നത്, കാൺ ടെസ്റ്റ് ഒരു ട്യൂബ് ഫ്ലോക്കുലേഷൻ ടെസ്റ്റ് ആണ്. എന്താണ്? ട്യൂബ് ഫ്ലോക്കുലേഷൻ ടെസ്റ്റ് ആണ്. കാൺ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ട്യൂബ് ഫ്ലോക്കുലേഷൻ ടെസ്റ്റ് ആണ്. ഇത് അങ്ങനെ തന്നെ ചോദിക്കുക. ഇതൊക്കെ ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതെല്ലാവരും പഠിച്ചു പോകണമെന്നില്ല. അപ്പൊ കാൺ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്യൂബ് ഫ്ലോക്കുലേഷൻ ടെസ്റ്റ് ആണ്. അത് അവിടെ തന്നെ എഴുതി വെക്കേ. പിന്നെ ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പി. ലാസ്റ്റ് വൺ ട്രാൻസ്ലൂസൻ ഫ്ലൂറസൻ അസ്സേ. ട്രാൻസ്ലൂസൻ ഫ്ലൂറസൻ അസ്സേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് കൺഫർമേറ്ററി ടെസ്റ്റ് ഓഫ് സിഫിലിസ്. ഓക്കെ, കൺഫർമേറ്ററി ടെസ്റ്റ് ഓഫ് സിഫിലിസ് ആണ് എന്ത്? ട്രാൻസ്ലൂസൻ ഫ്ലൂറസൻ അസ്സേ. ഇത് അല്ലെങ്കിൽ ഫ്ലൂറസൻ ട്രിപ്പോണിമൽ ആന്റിബോഡി ടെസ്റ്റ് എന്ന് ചോദിക്കും. കാരണം ഇത് പൊതുവെ ചോദിക്കത്തില്ല. കാരണം ട്രിപ്പോണിമ എന്ന് പേര് വരുമ്പോൾ എല്ലാവരും ചാടിക്കറി കുത്തുന്നറിയാം. അപ്പൊ ട്രാൻസ്ലൂസൻ ഫ്ലൂറസൻ അസ്സേ എന്നാണ് ചോദിക്കുക. അതിന്റെ വേറൊരു പേരാണ് ഫ്ലൂറസൻ ട്രിപ്പോണിമൽ ആന്റിബോഡി ടെസ്റ്റ്. എന്താണ്? ഫ്ലൂറസൻ ട്രിപ്പോണിമൽ ആന്റിബോഡി ടെസ്റ്റ്. ഇതാണ് കൺഫർമേറ്ററി ടെസ്റ്റ് ഓഫ് സിഫിലിസ്. ഇനി നമ്മൾ മാനേജ്മെന്റിലേക്കാണ് പോകുന്നത്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, വാരി വലിച്ച് വെറുതെ നമ്മൾ എസ്സേക്കൊക്കെ എഴുതുന്ന സമയത്ത് പേജ് നിറയ്ക്കാൻ വേണ്ടിയിട്ടും മാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടും പ്രൊവൈഡ് റെസ്റ്റ്, ആഡ്വക്കേറ്റ് ന്യൂട്രീഷൻ അതേപോലെയുള്ള കാലങ്ങളിലൊന്നും നമ്മളിവിടെ പറയുന്നില്ല. ഓക്കെ, ഇതിൽ മെയിൻ ആയിട്ട് ചോദിക്കുന്നത് എന്താണ്?
ഡ്രഗ് ഓഫ് ചോയ്സ് ഓഫ് സിഫിലിസ്. ഓക്കെ, അപ്പൊ സിഫിലിസിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്താണ്? പെൻസിലിൻ ജി. പെൻസിലിൻ ജി. സിഫിലിസിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്താണ്? പെൻസിലിൻ ജി. ഓക്കെ, ഇത് അങ്ങനെ തന്നെ ഓർത്ത് വെക്കാം. പിന്നെ എന്താ പറയാ, സെക്ഷൽ ഇന്റർകോഴ്സ് അവോയ്ഡ് ചെയ്യുക, അതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇത് മെയിൻ ആയിട്ട് ചോദിക്കും. ഡ്രഗ് ഓഫ് ചോയ്സ് ഓഫ് സിഫിലിസ് എന്താണ്? പെൻസിലിൻ ജി. ഇനി നെക്സ്റ്റ് കോംപ്ലിക്കേഷൻസ്. കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇതൊരു മെറ്റേണൽ ഇൻഫെക്ഷൻ ആണ്, ഇത് പ്രഗ്നൻസിയിലുള്ളതിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ പ്രഗ്നൻസി റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ്. ഫസ്റ്റ് വൺ അബോർഷൻസ്. Abortion. Second one, premature labor. അതായത് ഫസ്റ്റ് വൺ അബോർഷൻ, സെക്കൻഡ് വൺ പ്രീമെച്വർ ലേബർ, പിന്നെ പ്രീമെച്വർ ബർത്ത്, മിസ്കാരേജ്, അങ്ങനെയൊക്കെ ഉണ്ടാവാം. ഈ കോംപ്ലിക്കേഷൻസ് അതായത് മോസ്റ്റ് കോമൺലി അബോർഷനും പ്രീമെച്വർ ലേബർ ആഫ്റ്റർ 4 months ഓഫ് പ്രഗ്നൻസി. അതെന്തുകൊണ്ടാണ് മന്ത് ഓഫ് പ്രഗ്നൻസി എന്ന് പറയാൻ കാരണം? അതിന്റെ റീസൺ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ്, ഓരോന്നും റാഷണൽ വെച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും. അതായത് 4 മന്തിന് ശേഷമാണ് മോസ്റ്റ് കോമൺ ആയിട്ട് ഈ കോംപ്ലിക്കേഷൻസ് കണ്ടുവരുന്നത്. എന്തുകൊണ്ടെന്നാൽ ഓൾറെഡി മുന്നേ ഞാൻ പറഞ്ഞു, ട്രിപ്പോഡിമ പല്ലിഡം ഫീറ്റൽ സർക്കുലേഷനിലേക്ക് എൻറ്റർ ചെയ്യുന്നത് ആഫ്റ്റർ 20 weeks ഓഫ് ജെസ്റ്റേഷൻ ആണ്. ഓക്കെ, ആ ട്രിപ്പോണിമ പല്ലിഡം ഓർഗാനിസം പറഞ്ഞ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഫീറ്റൽ സർക്കുലേഷനിലേക്ക് എൻ്റർ ചെയ്യുന്നത് 20 weeks ഓഫ് ജെസ്റ്റേഷന് ശേഷമാണ്. അതുകൊണ്ട് എന്താണ്, അപ്പോൾ ഈ ഓർഗാനിസം എൻ്റർ ചെയ്തതിന് ശേഷമാണ് അബോർഷൻസും പ്രീമച്വർ ലേബറും ഉണ്ടാവുക. അത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ സിഫിലിസ് കഴിഞ്ഞു. ഒന്നുകൂടെ പറയാം. സിഫിലിസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആണ്. സിഫിലിസ് ഈസ് കോസ്ഡ് ബൈ ട്രിപ്പോണിമ പല്ലിഡം. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ട്രിപ്പോണിമ പല്ലിഡം എന്ന് പറയുന്നത് എന്താണ്? ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. അത് ബാക്ടീരിയ ആണോ, വൈറസ് ആണോ, ഫംഗസ് ആണോ? ഇപ്പം സിഫിലിസ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ ആണ്. അതേമാതിരി ഇപ്പോൾ വേറെ ഫംഗസ് ആയിട്ട് പറയുകയാണെങ്കിൽ കാൻഡിഡിയാസിസ് ഉണ്ട്. ഇപ്പോൾ പ്രോട്ടോസോവയാണെങ്കിൽ പറയുന്നതാണെങ്കിൽ ട്രൈക്കോമോണിയാസിസ് ഉണ്ട്. അങ്ങനെ കുറെ ഇതുണ്ട്. അപ്പൊ അത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ പഠിച്ചു വെക്കുക. സിഫിലിസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. ആണ് ഗ്രാം നെഗറ്റീവ് സ്പൈറോകേറ്റ്സ് ആണ്. അത് എൻ്റർ ചെയ്യുന്നത് 20 weeks ഓഫ് ജെസ്റ്റേഷന് ശേഷം മാത്രമാണ് അത് ഫീറ്റൽ സർക്കുലേഷനിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. അതിൽ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടെർഷ്യറി ഉണ്ട്. പ്രൈമറി എന്ന് പറയുന്ന സമയത്ത് എന്താണ്? പെയിൻലെസ് ഗാൻഗ്രേ. സെക്കൻഡറി എന്ന് പറയുന്ന സമയത്ത് പാമ റാഷസ്, ലിംഫഡിനോപ്പതി, കോണ്ടൈലോമാലൈറ്റം. ടെർഷ്യറിയിൽ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ന്യൂറോസിഫിലിസ്, അയോർട്ടൈറ്റിസ്, ഗുമ്മാസ്. അതായത് ന്യൂറോവാസ്കുലർ പ്രോബ്ലംസ്, കാർഡിയോവാസ്കുലർ പ്രോബ്ലംസ് ആൻഡ് ലേഷൻസ്. ദാറ്റ് ലേഷൻസ് ഈസ് നെയ്മഡ് ആസ് ഗുമ്മാസ്. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ ട്രയാഡ് പഠിച്ചു. ട്രയാഡ് എന്ന് പറയുന്ന സമയത്ത് 3 ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ആണ് ഉണ്ടാവുക. അത് ജസ്റ്റ് ഈ പിക്ചർ ഓർത്ത് വെക്കുക. അതായത് ഫസ്റ്റ് വൺ കണ്ണ് മൂടുന്നു, ഇൻറ്റസ്റ്റൈനൽ കെരാറ്റൈറ്റിസ്. സെക്കൻഡ് വൺ ചെവി മൂടുന്നു, ഡെഫ്നെസ്. തേർഡ് വൺ വായ മൂടുന്നു, ഹച്ചിൻസൺ ടീത്ത്. പിന്നെ വിംബർഗസ് സൈൻ എന്താണ്? വിംബർഗസ് റിംഗ് എന്താണ്? പിന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. അതിൽ കാൺ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ട്യൂബ് ഫ്ലോക്കുലേഷൻ ടെസ്റ്റ് ആണ്. കൺഫർമേറ്ററി ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രാൻസ്ലൂസൻറ്റ് ഫ്ലൂറസെന്റ് അസേ ആണ്. മാനേജ്മെന്റിൽ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെൻസിലിൻ ജി ആണ്. ഓക്കെ, നെക്സ്റ്റ് കോംപ്ലിക്കേഷൻസ്. അബോർഷൻസ് ഉണ്ട്, പ്രീമച്വർ ലേബർ ഉണ്ട്. ഇതൊക്കെ അറിയുന്നത് ആഫ്റ്റർ 4 months ഓഫ് പ്രഗ്നൻസി, അതായത് ആഫ്റ്റർ 20 weeks ഓഫ് ജെസ്റ്റേഷൻ. അപ്പൊ ഇത്രയാണ് നമ്മൾ സിഫിലിസിനെ കുറിച്ചിട്ട് പഠിക്കുന്നത്. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഗൊണേറിയ. ഗൊണേറിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സിഫിലിസിനെ പറഞ്ഞ പോലെ തന്നെ ഒരു ഓർഗാനിസം ഉണ്ട്. അതായത് നിസ്റിയ ഗൊണേറിയ, കോസ്ഡ് ബൈ നിസ്റിയ ഗൊണേറിയ. ഗൊണേറിയ ഈസ് കോസ്ഡ് ബൈ നിസ്റിയ ഗൊണേറിയ.
ഇതും എന്താണ്? ഒരു ബാക്ടീരിയ ആണോ വൈറസ് ആണോ ഫംഗസ് ആണോ? ഇതും എന്താണ്? ഒരു ബാക്ടീരിയ ആണ്. എന്താണ്? ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. കോസ് ചെയ്യുന്ന ഓർഗാനിസത്തിന്റെ പേര്, ഇതെന്താണ്? ബാക്ടീരിയൽ ഡിസീസ് ആണോ വൈറസ് ആണോ ഫംഗസ് ആണോ? ഇതും ഒരു ബാക്ടീരിയ ആണ്. അപ്പൊ നമ്മൾ 2 ബാക്ടീരിയ പഠിച്ചു. സിഫിലിസും ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്, ഗൊണേറിയയും ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. ഇനി ഇത് ഒരു അക്യൂട്ട് ഇൻഫ്ലമേഷൻ ആണ്. അക്യൂട്ട് ഇൻഫ്ലമേഷൻ ആണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും ഇതൊക്കെ ഇപ്പം എന്താണ്? ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അക്യൂട്ട് എന്നുണ്ടാവും, ക്രോണിക് എന്നുണ്ടാകും, അക്യൂട്ട് ഓൺസെറ്റ് എന്നുണ്ടാവും, അങ്ങനെ ഓരോ ഓപ്ഷൻ ആയിട്ടുണ്ടാവും. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? അക്യൂട്ട് ഇൻഫ്ലമേഷൻ ആണ്. പിന്നെ ഇത് ഫസ്റ്റ് അസിംറ്റമാറ്റിക് ആയിരിക്കും. അതായത് അസിംറ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് സിംറ്റംസ് ഒന്നും പുറത്ത് കാണിക്കൂല. ഫസ്റ്റ് അസിംറ്റമാറ്റിക് ആയിരിക്കും, അതിനുശേഷമാണ് ഇത് സിംറ്റംസ് കാണിക്കാൻ തുടങ്ങുന്നത്. ഓക്കെ. പിന്നെ ഇത് അഫക്റ്റ് ചെയ്യാത്ത ഒരു ഓർഗൻ ഏതാണ്? അതെല്ലാവരും ഫസ്റ്റ് ആ ഒരു ഓപ്ഷനാണ് ഫസ്റ്റ് സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനെ സ്കിപ്പ് ചെയ്യുക. ഓപ്ഷനിൽ ഉണ്ടാകും ഇത് അഫക്റ്റ് ചെയ്യാത്തൊരു ഓർഗൻ: ഫലോപ്പിയൻ ട്യൂബ്, ഓൾ യൂട്രസ്, വെജൈന, സെർവിക്സ്. ഇതിൽ എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിരിക്കും. ഇതിപ്പോൾ എല്ലാവരും STD എന്ന് പറയുന്ന എല്ലാ ഓപ്ഷനിലും ഇതിലെല്ലാം അഫക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഇത് അഫക്റ്റ് ചെയ്യാത്ത ഒരു ഓർഗൻ എന്ന് പറഞ്ഞാൽ വെജൈനേന ഇത് അഫക്റ്റ് ചെയ്യൂല. ഓക്കെ, ഇതൊക്കെ ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഇത് വെജൈനേന, ഗൊണേറിയ, വെജൈനേന അഫക്റ്റ് ചെയ്യില്ല. അപ്പൊ ഗൊണേറിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിസറിയ ഗൊണേറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗാനിസം ആണ് ഗൊണേറിയക്ക് കാരണമാകുന്നത്. ഇതൊരു അക്യൂട്ട് ഇൻഫ്ലമേഷൻ ആണ്. ഇത് ഫസ്റ്റ് അസിംറ്റമാറ്റിക് ആണ്, നോട്ട് അഫക്റ്റിംഗ് വെജൈന. ഓക്കെ. അതേപോലെ തന്നെ ഇറ്റ് ഈസ് ദ കോമൺ കോസ് ഓഫ് അക്യൂട്ട് സാൽപിഞ്ചിസൈറ്റിസ് ആൻഡ് അക്യൂട്ട് സെർവിസൈറ്റിസ്. It is the commonest cause of acute salpingitis and acute cervicitis. Acute salpingitis എന്ന് പറഞ്ഞാൽ എന്താണ്? സാൽപിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ ഫലോപ്പിയൻ ട്യൂബ്. സെർവിസൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലമേഷൻ ഓഫ് ദ സെർവിക്സ്. അപ്പം അക്യൂട്ട് ഇൻഫ്ലമേഷൻ ഓഫ് ഫലോപ്പിയൻ ട്യൂബ് ആൻഡ് സെർവിക്സ് ആണ്. ഇതിന് കോസ് ചെയ്യുന്നത് ആരാണ്? നമ്മളെ ഗൊണേറിയ ആണ്. കോമണസ്റ്റ് കോസ് ഓഫ് അക്യൂട്ട് സാൽപിഞ്ചിസൈറ്റിസ് ആൻഡ് അക്യൂട്ട് സെർവിസൈറ്റിസ് എന്ന് പറയുന്നത് എന്താണ്? ഗൊണേറിയ ആണ്. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മളെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഇതിൽ മെയിൻ ആയിട്ട് ഇപ്പോൾ എക്സാമിന് ചോദിച്ചിരിക്കുന്ന ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ആണ് 2 എണ്ണമാണ്. Abdominal pain or pain with intercourse. Second one, vaginal discharges and bleeding. അതായത് acute abdominal pain in lower area, acute abdominal pain in upper area, acute abdominal pain in lower area, അങ്ങനെയൊക്കെ ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ acute abdominal pain in lower area ഇതാണ് ഗൊണേറിയന്റെ ഫസ്റ്റ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് വൺ എന്താണ്? വെജൈനൽ ഡിസ്ചാർജസ് ആൻഡ് ബ്ലീഡിങ്. അപ്പൊ ഇതിൽ പെയിൻ ആണ് മോർ ഇമ്പോർട്ടന്റ്. അക്യൂട്ട് അബ്ഡോമിനൽ പെയിൻ ഇൻ ലോവർ ഏരിയ. ഓക്കെ, ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നില്ലേ? നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാല് നമ്മൾ മാനേജ്മെന്റ്. ഇതിലെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പ്രിവെന്റീവ് മാനേജ്മെന്റ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പ്രിവെന്റീവ് മാനേജ്മെന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കോണ്ടമാണ്. ഇതൊക്കെ ക്വസ്റ്റ്യൻ ആണ്. പ്രിവെന്റീവ് മാനേജ്മെന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? കോണ്ടം. പ്രിവെന്റീവ് മാനേജ്മെന്റ് ഓഫ് ഗൊണേറിയ, പ്രിവെന്റീവ് മാനേജ്മെന്റ് ഓഫ് ക്ലെമീഡിയ. അതായത് ഗൊണേറിയയും ക്ലെമീഡിയയും രണ്ടും കൂടി ഒരു അസോസിയേറ്റഡ് കണ്ടീഷൻ ആണ്. ഈ ഗൊണേറിയയും ക്ലെമീഡിയയുമാണ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസിന് കാരണമാകുന്ന 2 ഡിസീസ് എന്ന് പറഞ്ഞാല്. അപ്പൊ അതിന്റെ രണ്ടിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത്, പ്രിവെന്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് യൂസ് ഓഫ് കോണ്ടംസ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് ഈ ഗൊണേറിയ അഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു മദർ മസ്റ്റായിട്ടും LSCS
ചെയ്യണം. നോർമൽ വെജൈനൽ ഡെലിവറി പോസിബിൾ അല്ല. LSCS ആണ് മസ്റ്റ് ആയിട്ട് ചെയ്യണം. ഓക്കെ, അതായത് നമ്മൾ ഈ അക്യൂട്ട് ഇൻഫ്ലമേഷൻ ഓഫ് ദ സാൽപിഞ്ചിസൈറ്റിസ് ആൻഡ് സെർവിസൈറ്റിസ് എന്ന് വന്നു. അപ്പൊ ഈ സെർവിക്സിന്റെ അടുത്ത് കൂടെയാണല്ലോ കുട്ടി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ സെർവിക്സ് എന്തുണ്ടാക്കും? ഒരു കണ്ണിന് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കും. അത് ഞാൻ കോംപ്ലിക്കേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ നമ്മളെ മാനേജ്മെന്റിൽ വരുന്ന പ്രിവെന്റീവ് മാനേജ്മെന്റ് ആണ് കോണ്ടം. LSCS മസ്റ്റ് ആയിട്ടും ഇവര് ചെയ്യണം. നോർമൽ ഡെലിവറി പോസിബിൾ അല്ല. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാല് സെഫ്ട്രിയാക്സോൺ. ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെഫ്ട്രിയാക്സോൺ. സിഫിലിസിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്താണ്? പെൻസിലിൻ ജി. ഗൊണേറിയന്റെ എന്താണ്? സെഫ്ട്രിയാക്സോൺ. ഓക്കെ, അപ്പം നമ്മൾ ഗൊണേറിയന്റെ എന്ത് ഓർഗാനിസം ആണെന്ന് പഠിച്ചു, ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് പഠിച്ചു, മാനേജ്മെന്റ് പഠിച്ചു. ഇനി അതിന്റെ കോംപ്ലിക്കേഷൻസ്. കോംപ്ലിക്കേഷൻസ് പറഞ്ഞാല് ഒഫ്താൽമിയ നിയോനേട്രം, പിന്നെ ന്യൂമോണിയ, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ്. നമ്മൾ പറഞ്ഞു കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന സമയത്ത് ഈ ഗൊണേറിയയും ക്ലെമീഡിയയും എന്തിന്? പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസിന് കാരണമാവുന്ന രണ്ട് ഡിസീസസ് ആണ്. അതായത് നിസിറിയ ഗൊണേറിയയും ക്ലെമീഡിയ ട്രൈക്കോമാറ്റിസും എന്തിന്? പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസിന് കാരണമാവുന്ന രണ്ട് ഓർഗാനിസം ആണ്. ഈ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് മോസ്റ്റ് കോമൺ ആയിട്ടും കാരണമാകുന്നത് ഏതാന്ന് ചോദിക്കും. അതിൽ ഗൊണേറിയ ഉണ്ടാവും, ക്ലെമീഡിയ ഉണ്ടാവും. അപ്പൊ നമ്മൾ ക്ലെമീഡിയക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഓക്കെ, പിന്നെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന സമയത്ത് ന്യൂമോണിയ ഉണ്ടാകുന്നു, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉണ്ടാകുന്നു, ഒഫ്താൽമിയ നിയോനേട്രം ഉണ്ടാകുന്നു. അതായത് ഒഫ്താൽമിയ നിയോനേട്രം നേരത്തെ പറഞ്ഞു, സെർവിക്സിന്റെ ഉള്ളിൽ കൂടെ കുട്ടി വരുന്ന സമയത്ത് കുട്ടിക്ക് കണ്ണിലൊരു ഇൻഫെക്ഷൻ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. അതാണ് ഗോണോകോക്കൽ ഒഫ്താൽമിയ നിയോനേട്രം. ഇത് കോമൺ ആയിട്ടും ഒരു ബെർത്ത് ആയിട്ടുള്ള കുട്ടി ഡെലിവറി കഴിഞ്ഞാൽ 2 to 5 ഡേയ്സിന്റെ ഉള്ളിലാണ് ഇത് കാണുന്നത്. ഇൻഫ്ലമേഷൻ ആൻഡ് എഡിമ ആർ മോർ സിവിയർ ദാൻ വിത്ത് ക്ലമീഡിയ ഇൻഫെക്ഷൻ. അതായത് ക്ലമീഡിയയ്ക്കും ഇതേമായി കൺജക്റ്റിവൈറ്റിസ് ഒക്കെ വരുന്നുണ്ട്. കൺജക്റ്റിവൈറ്റിസും ഇൻഫ്ലമേഷനും എഡിമയും ഒക്കെ വരുന്നുണ്ട് കണ്ണിന്. പക്ഷേ ക്ലമീഡിയനെ കമ്പയർ ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഗൊണേറിയക്കാണ് കൂടുതലായിട്ടും എന്ത് വരുന്നത്? ഇൻഫ്ലമേഷൻ വരുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഗൊണേറിയ എടുക്കുമ്പോൾ എന്തിനാ ക്ലമീഡിയം പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നത്? പക്ഷെ ഇത് രണ്ടും കോറിലേറ്റ് ചെയ്തിരുന്ന രണ്ട് ഡിസീസാണ്. അത് ഗൊണേറിയയും ക്ലമീഡിയം. അതിന് രണ്ടും എന്ത്? പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉണ്ടാക്കുന്നു. ഇത് ഫസ്റ്റ് പഠിച്ചു വെക്കുക. പിന്നെ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് മോസ്റ്റ് കോമൺ ആയിട്ട് അഫക്ട് ചെയ്യുന്നത് എന്ത് കാരണമാണ്? ഗൊണേറിയ കാരണമാണോ ക്ലെമീഡിയ കാരണമാണോ? ക്ലെമീഡിയ കാരണമാണ് എന്ത്? പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ആർ മോസ്റ്റ് കോമൺലി അഫക്റ്റഡ് ബൈ ക്ലെമീഡിയ ട്രൈക്കോമാറ്റിസ്. ഓക്കെ, അപ്പൊ നമ്മള് ഗൊണേറിയ കഴിഞ്ഞു. ഗൊണേറിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആണ്. ഇത് കോസ് ചെയ്യുന്നത് നിസറിയ ഗൊണേറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാക്ടീരിയ ആണ്. ഇതൊരു അക്യൂട്ട് ഇൻഫ്ലമേഷൻ ആണ്. ഇത് കോമണസ്റ്റ് കോസ് ഓഫ് അക്യൂട്ട് സാൽപിഞ്ചിസൈറ്റിസ് ആൻഡ് അക്യൂട്ട് സെർവിസൈറ്റിസ്. അക്യൂട്ട് സാൽപിഞ്ചിസൈറ്റിസിനും അക്യൂട്ട് സെർവിസൈറ്റിസിനും കാരണമാകുന്നു. ഇത് ഫസ്റ്റ് അസിംറ്റമാറ്റിക് ആവുന്നു, സിംറ്റംസ് ഒന്നും കാണിക്കുന്നില്ല. ഇത് വെജൈനയെ അഫക്ട് ചെയ്യുന്നില്ല, നോട്ട് അഫക്റ്റിംഗ് വെജൈന. ഓക്കെ, നെക്സ്റ്റ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. അക്യൂട്ട് അബ്ഡോമിനൽ പെയിൻ ഇൻ ലോവർ ഏരിയ. അതായത് അബ്ഡോമിനൽ പെയിൻ ഓർ പെയിൻ വിത്ത് ഇന്റർകോഴ്സ്. അത് ലോവർ ഏരിയ എന്നുള്ള സ്പെസിഫൈ ചെയ്തിട്ട് തന്നെ പഠിക്കണേ. പിന്നെ വെജൈനൽ ഡിസ്ചാർജസ് ആൻഡ് ബ്ലീഡിങ്. നെക്സ്റ്റ് വൺ മാനേജ്മെന്റ്. പ്രിവെന്റീവ് മാനേജ്മെന്റ് ആയിട്ട് നമ്മൾ കോണ്ടം യൂസ് ചെയ്യുന്നു. LSCS മസ്റ്റ് ആണ്. ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്ന സമയത്ത് സെഫ്ട്രിയാക്സോൺ. ദെൻ കോംപ്ലിക്കേഷൻസിൽ ഒഫ്താൽമിയ നിയോനേട്രം, ന്യൂമോണിയ ആൻഡ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. ഓക്കെ, ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ ക്ലെമീഡിയ. ഓക്കെ, ക്ലെമീഡിയ എന്ന് പറയുന്നത് എന്താണ്?
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആണ്. ക്ലമീഡിയ ഈസ് കോസ്ഡ് ബൈ ക്ലമീഡിയ ട്രൈക്കോമോമാറ്റിസ്. ഓക്കെ, ക്ലമീഡിയ ഈസ് കോസ്ഡ് ബൈ ക്ലമീഡിയ ട്രൈക്കോമാറ്റിസ്. ഈ ക്ലമീഡിയം ഗൊണേറിയം ഞാൻ പറഞ്ഞ ഒരു കോറിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഗൊണേറിയന്റെ കൂടെ വരുന്ന ഒരു കണ്ടീഷൻ ഏതാണ്? താഴെ പറയുന്നതിൽ ഏതാണ്? ക്ലമീഡിയ, സിഫിലിസ്, ബാക്ടീരിയൽ വെജിനോസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ അതിൽ ക്ലമീഡിയ. മോസ്റ്റ് കോമണസ്റ്റ് കോസ് ഓഫ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഈസ് ക്ലമീഡിയ ട്രിക്കോമാറ്റിസ്. എന്താണ് മോസ്റ്റ് കോമണസ്റ്റ് കോസ് ഓഫ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഈസ് ക്ലമീഡിയ ട്രൈക്കോമാറ്റിസ്. ഓക്കെ, ഇപ്പൊ നമ്മള് എന്താണ് സൈലന്റ് കില്ലർ ഇൻ ന്യൂബോൺ അങ്ങനെയൊക്കെ. സൈലന്റ് കില്ലർ ഇൻ ന്യൂബോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഹൈപ്പോതെർമിയ ആണ്. സൈലന്റ് കില്ലർ ഇൻ അഡൽട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഹൈപ്പർ ടെൻഷൻ ആണ്. അതേപോലെ തന്നെ ക്ലമീഡിയന സൈലന്റ് എപ്പിഡമിക് എന്ന് പറയും. എന്താണ്? സൈലന്റ് എപ്പിഡമിക്. മനസ്സിലാവുന്നില്ലേ? ഇതിനെ പറയുന്ന പേരാണ്, ക്ലമീഡിയനെ പറയുന്ന പേരാണ് സൈലന്റ് എപ്പിഡമിക്. ഇതൊക്കെ ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. അതിൽ ഫസ്റ്റ് വൺ പെയിൻ വെൻ പീയിങ് ഓർ ഡ്യൂറിങ് സെക്സ്. സെക്കൻഡ് വൺ ഡിസ്ചാർജസ് ദാറ്റ് ഈസ് വൈറ്റ് ഓർ യെല്ലോ ആൻഡ് ഹാസ് എ ഫൗൾ സ്മെൽ. തേർഡ് വൺ പെയിൻ ഓർ ടെൻഡർനെസ് ഇൻ ലോവർ ബെല്ലി. ഫോർത്ത് വൺ ബ്ലീഡിംഗ് ബിറ്റ്വീൻ പീരീഡ്സ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? പെയിൻ വെൻ പീയിങ് ഓർ ഡ്യൂറിങ് സെക്സ്. ഡ്യൂറിങ് സെക്സ് ചെയ്യുന്ന സമയത്തോ യൂറിനേഷൻ ചെയ്യുന്ന സമയത്തോ പെയിൻ വരുന്നു. ഓക്കെ, പക്ഷെ നെക്സ്റ്റ് ഉള്ളത് എന്താണ്? ഡിസ്ചാർജസ് ദാറ്റ് ഈസ് വൈറ്റ് ഓർ യെല്ലോ ദാറ്റ് ഹാസ് എ ഫൗൾ സ്മെൽ. ഈ സെക്കൻഡ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ആണ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഡിസ്ചാർജസ് ദാറ്റ് ഈസ് വൈറ്റ് ഓർ യെല്ലോ ആൻഡ് ഹാസ് എ ഫൗൾ സ്മെൽ. അതായത് ഇപ്പോൾ STDസിന്റെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഓരോ ചില കണ്ടീഷൻസിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള വെജൈനൽ ഡിസ്ചാർജസ് ഉണ്ട്. ഇപ്പൊ ട്രൈക്കോമോണിയാസിസ് പറയുകയാണെങ്കിൽ അത് ഗ്രീനിഷ് ഇൻ കളർ ആയിരിക്കും. കാൻഡിഡിയാസിസ് പറയുകയാണെങ്കിൽ അതൊരു ചീസി ലൈക്ക് സബ്സ്റ്റൻസസ് ആയിരിക്കും. ഇപ്പൊ നമ്മളെ ക്ലമീഡിയ പറയുകയാണെങ്കിൽ അത് എന്തായിരിക്കും? വൈറ്റ് ഓർ യെല്ലോ ദാറ്റ് ഹാസ് എ ഫൗൾ സ്മെൽ. അതായത് ഓരോ വെജൈനൽ ഡിസ്ചാർജസും ഓരോ കണ്ടീഷന് വ്യത്യസ്തമായിട്ടാണ്. അപ്പോൾ ഈ വെജൈനൽ ഡിസ്ചാർജസ് കൊടുത്തിട്ട് താഴെ പറയുന്നവയിൽ ഏത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആണെന്ന് ചോദിക്കും. ഓക്കെ, അതായത് സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞു ഡിസ്ചാർജസ് ദാറ്റ് ഈസ് വൈറ്റ് ഓർ യെല്ലോ ആൻഡ് ഹാസ് എ ഫൗൾ സ്മെൽ. അപ്പൊ അതിന് പകരമായിട്ട് അവര് എന്ത് ചോദിക്കാം? മ്യൂക്കോയിഡ് ഓർ പുറുലന്റ്. പുറുലന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വൈറ്റ് ഡിസ്ചാർജ്, ഒരു പഴുപ്പ് മാതിരി ആയിരിക്കും. അതായത് മ്യൂക്കോയിഡ് ഓർ പ്യുറുലന്റ് വെജൈനൽ ഡിസ്ചാർജസ് ദാറ്റ് ആർ സീൻ ഇൻ ക്ലമീഡിയ. അതായത് ഡിസ്ചാർജസ് ദാറ്റ് ഈസ് വൈറ്റ് ഓർ യെല്ലോ എന്നുള്ള ഓപ്ഷൻ കണ്ടിട്ടില്ലെങ്കിൽ നോക്കുക, അതിൽ മ്യൂക്കോയിഡ് ഓർ പ്യുറുലന്റ് എന്നുണ്ടോ നോക്കുക. അതായത് വെവ്വേറെ വേർഡ് യൂസ് ചെയ്യും. ഓക്കെ, അതായത് മ്യൂക്കോയിഡ് ഓർ പ്യുറുലന്റ് ഡിസ്ചാർജസ് ദാറ്റ് ആർ സീൻ ഇൻ ക്ലമീഡിയ. ഓക്കെ, തേർഡ് വൺ എന്താണ്? പെയിൻ ഓർ ടെൻഡർനെസ് ഇൻ ലോവർ ബെല്ലി. ഓക്കെ, അതായത് ഡിസ്യൂറിയ ഉണ്ടാവുന്നു പറഞ്ഞു, പെൽവിക് പെയിൻസ് ഉണ്ടാവുന്നു പറഞ്ഞു. പിന്നെ ലാസ്റ്റ് വൺ എന്താണ്? ബ്ലീഡിങ് ബിറ്റ്വീൻ പീരീഡ്സ്. പീരീഡ്സിന്റെ ഇൻ ബിറ്റ്വീൻ ബ്ലീഡിങ്സ് ഉണ്ടാവുന്നു. ഓക്കെ, അപ്പൊ നമ്മളെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്? ഡിസ്ചാർജസ് ദാറ്റ് ഈസ് വൈറ്റ് ഓർ യെല്ലോ ആൻഡ് ഹാസ് എ ഫൗൾ സ്മെൽ. ഓക്കെ, അതല്ലെങ്കിൽ മ്യൂക്കോയിഡ് ഓർ പ്യുറുലന്റ് വെജൈനൽ ഡിസ്ചാർജസ്. പിന്നെ പെയിൻ വെൻ പീയിങ് ഓർ ഡ്യൂറിങ് സെക്സ്. അതായത് ഡിസ്യൂറിയ ഉണ്ടാകും, ഡ്യൂറിങ് സെക്സ് പെയിൻ ഉണ്ടാകുന്നു. പെയിൻ ഓർ ടെൻഡർനെസ് ഇൻ ലോവർ ബെല്ലി, ബ്ലീഡിങ് ഇൻ ബിറ്റ്വീൻ പീരീഡ്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാല് മാനേജ്മെന്റ്. മാനേജ്മെന്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൊണേറിയ എടുത്ത ടൈമിൽ നമ്മൾ പറഞ്ഞു പ്രിവെന്റീവ് മാനേജ്മെന്റ് ഓഫ് ബോത്ത് ക്ലമീഡിയ ആൻഡ് ഗൊണേറിയ ഈസ് കോണ്ടം നമ്മൾ പറഞ്ഞു. അതേ സെയിം പോയിന്റ് തന്നെ പ്രിവെന്റീവ് മാനേജ്മെന്റിൽ നമ്മൾ കോണ്ടം യൂസ് ചെയ്യുന്നു. ഇത് ക്വസ്റ്റ്യൻ ആണ്, കോണ്ടം യൂസ് ചെയ്യുന്നു. ഇനി നമ്മൾ
ഗൊണേറിയന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് നമ്മൾ എന്താ പഠിച്ചത്? സിഫ്ട്രിയാക്സോൺ. സിഫിലിസിന്റെ എന്താണ് പഠിച്ചത്? പെനിസിലിൻ ജി. അതേമാതിരി ക്ലെമീഡിയന്റെ എന്താണ്? അസിത്രോമൈസിൻ. അതായത് ഫസ്റ്റ് ലൈൻ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാല്, ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അസിത്രോമൈസിൻ. അസിത്രോമൈസിൻ. ഓക്കെ. സെക്കൻഡ് ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ ക്വസ്റ്റ്യനാ. അതായത് ഫസ്റ്റ് ലൈൻ ഡ്രഗ് ഓഫ് ചോയ്സ് അസിത്രോമൈസിൻ ആണ്. സെക്കൻഡ് വൺ അമോക്സിസിലിൻ. അതായത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച എല്ലാ ഓപ്ഷൻ തന്നെയായിരിക്കും, അതായത് എല്ലാ പോയിന്റ് തന്നെയായിരിക്കും ഓപ്ഷനായിട്ട് അവർ കൊടുക്കുന്നത്. അതിൽ പ്രയോറിറ്റി ഏതാണെന്ന് നോക്കിയിട്ട് നമുക്ക് എന്താക്കണം? അറ്റൻഡ് ചെയ്യാൻ പറ്റണം. ഇപ്പം നമ്മളിപ്പം ഡ്രഗ് ഓഫ് ചോയ്സ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ലൈൻ ഡ്രഗ് നമ്മൾ അസിത്രോമൈസിൻ പഠിച്ചു, സെക്കൻഡ് ലൈന് അമോക്സിസിലിൻ പഠിച്ചു. പക്ഷെ ചോദിക്കുന്നത് ഇപ്പോൾ സെക്കൻഡ് ലൈൻ ആണ്. അപ്പൊ നമ്മൾ ചാടിക്കറി അസിത്രോമൈസിൻ മാത്രമേ ഒരാൾ പഠിച്ചിട്ടുള്ളൂ. അതാണ് ഫസ്റ്റ് ലൈൻ ഡ്രഗ് മാത്രം അസിത്രോമൈസിൻ പഠിച്ചിട്ട് പോയി. അപ്പൊ സെക്കൻഡ് ലൈൻ ആണ് ചോദിച്ചത്. അപ്പൊ അസിത്രോമൈസിൻ ഓപ്ഷനിൽ ഉണ്ടാകും, അമോക്സിസിലിൻ ഉണ്ടാകും, പിന്നെ ഡൈക്ലോഫിനാക്ക് ഉണ്ടാകും. അങ്ങനെ ഓരോ എക്സാമ്പിൾ ഉണ്ടാവും. പക്ഷെ അതിൽ ഇതാണ് ആൻസർ, ഇതാണ് സെക്കൻഡ് ലൈൻ പഠിച്ച ഒരാൾക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ലൈൻ എന്താണ്? അസിത്രോമൈസിൻ ആണ്. സെക്കൻഡ് ലൈൻ എന്താണ്? അമോക്സിസിലിൻ ആണ്. ഓക്കെ. ഇപ്പം ഒരു ഓപ്ഷനില് ഫസ്റ്റ് ലൈൻ മാനേജ്മെന്റ് ഓഫ് ക്ലമീഡിയ, azithromycin only, azithromycin and contact tracing, and amoxicillin and combination of azithromycin and amoxicillin. അങ്ങനെ ചോദിച്ചായിരിക്കും, മനസ്സിലായില്ല. അതായത് ഫസ്റ്റ് ഓപ്ഷൻ അസിത്രോമൈസിൻ മാത്രം കൊടുത്തു. സെക്കൻഡ് ഓപ്ഷൻ അസിത്രോമൈസിൻ ആൻഡ് കോണ്ടാക്ട് ട്രേസിംഗ്. ഫസ്റ്റ് ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും, പക്ഷേ ഈ നോട്ട് ഒരു 2 തവണ വായിച്ചാൽ ക്ലിയർ ആവുന്നതേ ഉള്ളൂ. അതായത് ഫസ്റ്റ് നമ്മൾ പഠിച്ചു ഫസ്റ്റ് ലൈൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് അസിത്രോമൈസിൻ ആണ് ഡ്രഗ് ഓഫ് ചോയ്സ്. സെക്കൻഡ് ലൈൻ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാൽ അമോക്സിസിലിൻ ആണ്. ഇപ്പോൾ ഓപ്ഷനിൽ ഇപ്പോൾ ചോദിക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഫസ്റ്റ് പ്രയോറിറ്റി ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെന്റ് ഓഫ് ക്ലമീഡിയ? അസിത്രോമൈസിൻ ഓൺലി ഒരു ഓപ്ഷന്, സെക്കൻഡ് ഓപ്ഷൻ അസിത്രോമൈസിൻ ആൻഡ് കോണ്ടാക്ട് ട്രേസിംഗ്, തേർഡ് ഓപ്ഷൻ അമോക്സിസിലിൻ, ഫോർത്ത് ഓപ്ഷൻ കോമ്പിനേഷൻ ഓഫ് അസിത്രോമൈസിൻ ആൻഡ് അമോക്സിസിലിൻ. അപ്പം നമ്മൾ എന്താണ് കുത്തേണ്ടത്? ഫസ്റ്റ് ലൈൻ എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം അസിത്രോമൈസിൻ എന്തായാലും വരും. അമോക്സിസിലിൻ എന്താണ്? സെക്കൻഡാ. അപ്പൊ കോമ്പിനേഷൻ വരൂല, അമോക്സിസിലിൻ ഓൺലിയും വരൂല. അപ്പൊ 2 ഓപ്ഷൻ നമ്മൾ കട്ട് ചെയ്തു. പിന്നെ ഫസ്റ്റ് 2 പറഞ്ഞ ഓപ്ഷനാണ് നമുക്ക് കൺഫ്യൂഷൻ. അതായത് അസിത്രോമൈസിൻ ഓൺലി എന്ന് പറഞ്ഞതും അസിത്രോമൈസിൻ ആൻഡ് കോണ്ടാക്ട് ട്രേസിംഗ് എന്ന് പറഞ്ഞതും. അപ്പൊ ഈ കോണ്ടാക്ട് ട്രേസിംഗ് എന്ന് പറയുന്ന അസിത്രോമൈസിൻ ആൻഡ് കോണ്ടാക്ട് ട്രേസിംഗ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് പോവുക. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അവർ ഓപ്ഷൻ ആയിട്ട് കൊടുക്കുക. അപ്പൊ അതിൽ പ്രയോറിറ്റൈസ് ചെയ്ത് നമുക്ക് ആൻസർ അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റണം. ഓക്കെ. അപ്പൊ ഈ കോണ്ടാക്ട് ട്രേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ എന്താണ്, ഡോക്ടർ ഡയറക്റ്റ് നമുക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ത്രൂ വാട്സപ്പ്, ത്രൂ ഇന്റർനെറ്റ് വഴി നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു കോവിഡ് കാലഘട്ടത്തിൽ. അതിനെ പറയുന്ന പേരാണ് ആ ഒരു മെത്തേഡ് ഓഫ്, അതായത് ഡയറക്റ്റ് ആയിട്ട് ഡോക്ടറെ പോയി കാണാതെ ത്രൂ ഇന്റർനെറ്റ് വഴി നമുക്ക് വാട്സപ്പ് വഴി ഒക്കെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്യൂച്ചറിനെ പറയുന്ന പേരാണ് കോണ്ടാക്ട് ട്രേസിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അസിത്രോമൈസിൻ ആൻഡ് കോണ്ടാക്ട് ട്രേസിംഗ് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അതാണ് ഓപ്ഷനിൽ കുത്തേണ്ടത്. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് വൺ പറഞ്ഞത് കോംപ്ലിക്കേഷൻസ്. കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതാണ് നമ്മൾ പറയുന്നത്, എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന കോംപ്ലിക്കേഷൻസ്. ഫസ്റ്റ് വൺ എക്ടോപിക് പ്രഗ്നൻസി. ഇത് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. എക്ടോപിക് പ്രഗ്നൻസി, അതായത് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്ന എന്താ ഒരു കാരണം എന്ന് പറഞ്ഞാൽ മോസ്റ്റ് കോമണസ്റ്റ് കോസ് ഓഫ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. ഒരു ഡിസീസ് മറ്റൊരു ഡിസീസുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആകും. അതായത് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉള്ള ഒരു പേഷ്യന്റിന് എക്ടോപിക് പ്രഗ്നൻസി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ക്ലമീഡിയ ഏറ്റവും കോമൺ ആയിട്ട് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസിന് കാരണമാകുന്ന ഒരു ഡിസീസ് ആണ്.
അപ്പോൾ ഫസ്റ്റ് കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്ടോപിക് പ്രഗ്നൻസി. സെക്കൻഡ് വൺ നമ്മൾ നേരത്തെ പറഞ്ഞു, ഗൊണേറിയന്റെ മാതിരി തന്നെ കണ്ണിന് ഇൻഫെക്ഷൻസ് വരാം, എഡിമ വരാം, സ്വെല്ലിങ് വരാം, കൺജങ്ക്റ്റിവൈറ്റിസ് വരാം. ഓക്കെ, പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ഗൊണേറിയക്കാണോ ക്ലമീഡിയക്കാണോ എന്ന് വെച്ചാൽ ഗൊണേറിയക്കാണ്. പിന്നെ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്? പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. അപ്പോൾ ഒരു പോയിന്റ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസും എക്ടോപിക് പ്രഗ്നൻസിയും നമുക്ക് കോറിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, അതായത് മോസ്റ്റ് കോമണസ്റ്റ് കോസ് ഓഫ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ബൈ ക്ലമീഡിയ ട്രൈക്കോമാറ്റിസ്, അത് എക്ടോപിക് പ്രഗ്നൻസിക്ക് കാരണമാകുന്നു. പിന്നെ ഇതൊക്കെ പ്രഗ്നൻസിയിലല്ലേ അഫക്റ്റ് ചെയ്യുന്നത്. പ്രഗ്നൻസിയിൽ എന്തൊരു ഇൻഫെക്ഷൻ വരികയാണെങ്കിലും അതെന്ത് ചെയ്യും? കുട്ടീനെ അഫക്റ്റ് ചെയ്യും. അത് സ്റ്റിൽ ബർത്ത്, മിസ്കാരേജ്, അബോർഷൻസ് ഇതൊക്കെ ഇതിൽ വരും. എക്ടോപിക് പ്രഗ്നൻസി, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, കൺജങ്ക്റ്റിവൈറ്റിസ്. ഓക്കെ, അപ്പം നമ്മൾ ക്ലെമീഡിയയും കഴിഞ്ഞു. ക്ലെമീഡിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്, കോസ്ഡ് ബൈ ക്ലെമീഡിയ ട്രൈക്കോമാറ്റിസ് ആണ്. ഇതിനെ സൈലന്റ് എപ്പിഡമിക് എന്ന് പറയുന്നു. മോസ്റ്റ് കോമണസ്റ്റ് കോസ് ഓഫ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയുന്നത് അഫക്റ്റ് ചെയ്യുന്നത് ക്ലെമീഡിയ ആണ്. അത് ഓപ്ഷനിൽ ഇല്ലെങ്കിൽ ഗൊണേറിയ കുത്താം. ഓക്കെ, ഇത് കഴിഞ്ഞ 2017 DMEയിൽ ചോദിച്ചതാട്ടോ. അതായത് മോസ്റ്റ് കോമണസ്റ്റ് കോസ് ഓഫ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറഞ്ഞിട്ട് ഗൊണേറിയ കൊടുത്തു, ക്ലെമീഡിയ കൊടുത്തു. പിന്നെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ വെജിനൽ ഡിസ്ചാർജസിനാണ് കൊടുക്കേണ്ടത്. ഡിസ്ചാർജസ് ദാറ്റ് ഈസ് വൈറ്റ് ഓർ യെല്ലോ ആൻഡ് ഹാസ് എ ഫൗൾ സ്മെൽ, അല്ലെങ്കിൽ മ്യൂക്കോഡ് ഓർ പ്യൂരലന്റ് ഡിസ്ചാർജസ് ഉണ്ടാവുന്നു. പെയിൻ വെൻ പീയിങ് ഓർ ഡ്യൂറിങ് സെക്സ്, പെയിൻ ഓർ ടെൻഡർനെസ് ഇൻ ലോവർ ബെല്ലി, ബ്ലീഡിങ് ബിറ്റ്വീൻ പീരീഡ്സ്. പിന്നെ മാനേജ്മെന്റിൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ലൈൻ ഓഫ് ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസിത്രോമൈസിൻ ആണ്. സെക്കൻഡ് ലൈന് അമോക്സിസിലിൻ ആണ്. ഇതിന്റെ പ്രിവെന്റീവ് മാനേജ്മെന്റ് ആയിട്ട് നമ്മൾ കോണ്ടം യൂസ് ചെയ്യുന്നു. ഇത് അസിത്രോമൈസിനും കോണ്ടാക്ട് ട്രേസിങ്ങും നമ്മൾ ഇതിന് കൊടുക്കുന്നുണ്ട്. ഇനി കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടാവുന്നു, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉണ്ടാവുന്നു, സ്റ്റിൽ ബർത്ത് ഉണ്ടാവുന്നു, കൺജങ്ക്റ്റിവൈറ്റിസ് ഉണ്ടാവുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ സിഫിലിസ്. സിഫിലിസ് കോസ് ചെയ്യുന്നത് എന്താണ്? ഒരു ട്രിപ്പോണിമ പല്ലിഡം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. അപ്പം അതിൽ സൈൻസ് ആൻഡ് സിംറ്റംസ് വന്നു. ഫസ്റ്റ് വൺ പെയിൻലെസ് കാൻഗ്രേ, 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് വൺ പാമാറാഷസ്, ലിംഫഡനോപ്പതി, കോണ്ടൈലോമാലൈറ്റം. തേർഡിൽ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ന്യൂറോവാസ്കുലർ പ്രോബ്ലംസ്, കാർഡിയോവാസ്കുലർ പ്രോബ്ലംസ് ആൻഡ് ലീഷൻസ്. പിന്നെ ഹച്ചിൻസൺ ട്രയാഡ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡസ്റ്റൈനൽ കെരാറ്റൈറ്റിസ്, ഡെഫ്നെസ്, ഹച്ചിൻസൺ ടീത്ത്. ഹച്ചിൻസൺ ടീത്ത് എങ്ങനെയാണെന്നുള്ളത് അപ്പർ സെൻട്രൽ ഇൻസിസേഴ്സ് പെഗ് ഷേപ്ഡ് ആയിരിക്കും. ഇത് ജിമ്മറിന്റെ അതായത് 2023 സ്കിൽ ടെസ്റ്റിൽ വെച്ച പിക്ചറാണ്. ഈ ഒരു പിക്ചർ വെച്ചിട്ട് ഇതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട്. ഈ ഹച്ചിൻസൺ ട്രയാഡ് ഇക്കഴിഞ്ഞ ജിമ്മറിൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദ 3 വൈസ് ഓഫ് മങ്കി, അത് നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ആലോചിക്കാം. പിന്നെ വിംബർഗസ് സൈനും വിംബർഗസ് റിങ്ങും ഒരിക്കലും മാറിപ്പോതെ. വിംബർഗസ് റിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കർവിയിൽ കാണുന്നത്. വിംബർഗസ് സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിഫിലിസിൽ കാണുന്നത്. പിന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് VDRL, വാസർമാൻ, കാൺ ടെസ്റ്റ്, ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പി, ട്രാൻസ്ലൂസൻ ഫ്ലൂറസെന്റ് അസ്സേ. അതിൽ കൺഫർമേറ്ററി ട്രാൻസ്ലൂസൻ ഫ്ലൂറസെന്റ് അസ്സേ. കാൺ ടെസ്റ്റ് ഒരു ട്യൂബ് ഫ്ലോക്കുലേഷൻ ടെസ്റ്റ് ആണ്. പിന്നെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡ്രഗ് ഓഫ് ചോയ്സ് പെൻസിലിൻ G ആണ്. കോംപ്ലിക്കേഷൻസ് അബോർഷൻസ് ഉണ്ടാവുന്നു, പ്രീമച്ചർ ലേബർ ഉണ്ടാവുന്നു, പ്രീമച്ചർ ബർത്ത് ഉണ്ടാവുന്നു. 20 ആഴ്ചയ്ക്ക് ശേഷമാണ് കണ്ടുവരുന്നത്. അതെന്തുകൊണ്ടാ? ട്രിപ്പോണിമ പല്ലിഡം ഫീറ്റൽ സർക്കുലേഷനിലേക്ക് എൻ്റർ ചെയ്യുന്നത് 20 വീക്കിന് ശേഷമാണ്. നെക്സ്റ്റ് വൺ ഗൊണേറിയ. ഗൊണേറിയ കോസ് ചെയ്യുന്നത് നിസറിയ ഗൊണേറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗാനിസം ആണ്. അതൊരു ബാക്ടീരിയ ആണ്. അത് അബ്ഡോമിനൽ പെയിൻ, ലോവർ അബ്ഡോമിനൽ പെയിൻ ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. അതിൻ്റെ മാനേജ്മെന്റ് ഡ്രഗ് ഓഫ് ചോയ്സ് സെഫ്ട്രിയാക്സോൺ ആണ്. കോംപ്ലിക്കേഷൻസ് ന്യൂമോണിയ ഉണ്ട്, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉണ്ട്, ഒഫ്താൽമിയ നിയോനേറ്റർ ഉണ്ട്. നെക്സ്റ്റ് ക്ലെമീഡിയ. ക്ലെമീഡിയ കോസ് ചെയ്യുന്നത് എന്താണ്? ക്ലെമീഡിയ ട്രൈക്കോമാറ്റിസ്.
ക്ലമീഡിയ എന്ന് പറയുന്നത് ഒരു സൈലന്റ് എപ്പിഡമിക് ആണ്. മോസ്റ്റ് കോമൺ കോസ് ഓഫ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ആണ്. അതിന്റെ വെജൈനൽ ഡിസ്ചാർജസ് ആണ് മ്യൂക്കോയിഡ് ഓർ പ്യൂരുലന്റ്, അല്ലെങ്കിൽ വൈറ്റ് ഓർ യെല്ലോ ആൻഡ് ഹാസ് എ ഫൗൾ സ്മെൽ. മാനേജ്മെന്റ് അസിത്രോമൈസിൻ ആണ് ഫസ്റ്റ് ലൈൻ ഓഫ് ഡ്രഗ്. സെക്കൻഡ് അമോക്സിസിലിൻ ആണ്. അസിത്രോമൈസിനും കോണ്ടാക്ട് ട്രേസിംഗ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതാണ് കുത്തേണ്ടത്. കോംപ്ലിക്കേഷൻസിൽ എക്ടോപിക് പ്രഗ്നൻസി, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, കൺജന്റിവൈറ്റിസ്, സ്റ്റിൽ ബർത്ത്. ഓക്കെ, അപ്പോൾ ഇത്രയും എടുത്തത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് കൂടാതെ നമുക്ക് മൂന്ന് എണ്ണം പഠിച്ചു. ഇത് മൂന്നെണ്ണം അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഒരു അതർ നെയിം പറഞ്ഞില്ലായിരുന്നോ? അത് ഏതായിരുന്നു? എന്താണ്? സിഫിലിസിന്റെ ഗ്രേറ്റ് പോക്സ്. എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മളെ റെഗുലർ ക്ലാസ് ജനുവരി 5 സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൽ നമ്മൾ സിസ്റ്റം വൈസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ ദിവസവും ഇടുന്ന ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻസ് അന്ന് തന്നെ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അഡ്മിനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. അപ്പം എല്ലാവർക്കും നല്ലോണം പഠിക്കാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. Thank you, madam.
അതെ, ഇന്നലെ തന്നെ ക്ലാസ്സിൻ്റെ റെക്കോർഡ് വീഡിയോ ഉണ്ടാവുക കിട്ടാൻ. ഇന്നത്തെ ക്ലാസ്സും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. വീട്ടുകാരൻ ഇന്നലത്തെ ക്ലാസ് കറക്റ്റ് എന്തൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ഇന്നലത്തെ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ഉണ്ടാക്കി അയച്ചു തരാമോ? നട്ടപ്പാരിക്കുമല്ലേ സൗണ്ട് ഉണ്ടായി കളിക്കുന്നു. Wow.